ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UDP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് സോക്കറ്റ് പ്രോഗ്രാം എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ TCP പ്രോട്ടോക്കോൾസ് ഉപയോഗിച്ച് ഒരു ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ആ ക്ലയൻറ്റും സെർവറും തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് UDP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജാവയിൽ എങ്ങനെയാണ് സോക്കറ്റ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ TCP നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ TCP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ എന്തിനാണ് UDP എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം? എന്താ, TCP മാത്രം യൂസ് ചെയ്താൽ പോരെ? പക്ഷേ ഓരോ പ്രോട്ടോക്കോളിനും ഓരോ പർപ്പസ് ഉണ്ടാവും, അത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ TCP പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? TCPയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? TCPയുടെ ഫീച്ചേഴ്സ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് TCP റിലയബിൾ ആണെന്നാണ്. റിലയബിൾ, വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഡാറ്റ ഒരു ക്ലയൻറ്റ് സൈഡിൽ നിന്ന് സെർവർ സൈഡിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു അക്നോളജ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റ കറക്റ്റായിട്ട് അവിടെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഒരു പാക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്തു, അത് അവിടെ കിട്ടിയില്ലെങ്കിൽ ഇടയിൽ ലോസ് ആയി പോയി കഴിഞ്ഞാൽ അത് വീണ്ടും സെൻഡ് ചെയ്ത ആളെ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ നമുക്കത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ആ പ്രോട്ടോക്കോളിനെ റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് TCPക്കകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ആർ യു ഗെറ്റിംഗ് ഓൾ ഓഫ് ദിസ്? ഇത് ക്ലയൻറ്റും ഇത് സെർവറാണെന്ന് വിചാരിച്ചു. അപ്പോൾ സെർവർ ചോദിക്കുകയാണ് ഞാൻ അയക്കുന്നതെല്ലാം അവിടെ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ സെർവർ പറയുകയാണെങ്കിൽ നോ, സ്ലോ ഡൗൺ സോ ഐ ക്യാൻ സേവ് അക്യുറേറ്റ്ലി. അപ്പോൾ ചിലപ്പോൾ ഈ സെൻറ്ററിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, റിസീവറിന് അത്രയും സ്പീഡിൽ റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൻ്റെ സെർവർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെഷീൻ ആയിരിക്കും. അപ്പോൾ ആ സെർവറിൻ്റെ അതേ സ്പീഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റിസീവിങ് എൻഡിൻ്റെ സ്പീഡ് എന്താണോ അതിന് അനുസരിച്ചിട്ട് സെൻറ്ററിന് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസീവർ സെൻറ്ററിനോട് പറയും എൻ്റെ സ്പീഡ് ഇത്രയേ ഉള്ളൂ, അതിനനുസരിച്ചിട്ട് അതിൻ്റെ പാക്കറ്റിൻ്റെ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനൊരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. TCPക്കകത്ത് തന്നെ സ്ലൈഡിങ് വിൻഡോ, അതുപോലെ ഗോ ബാക്ക് ആൻഡ് ARP എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും മനസ്സിലാക്കാം. ഇത് റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ട് TCPയിൽ ഒരുപാട് അഡീഷണൽ വർക്ക്സ് ചെയ്യണം. കാരണം അക്നോളജ്മെൻറ്റിൻ്റെ ഫെസിലിറ്റി വേണം, അതുപോലെ സീക്വൻസ് നമ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതോറും കമ്മ്യൂണിക്കേഷനിൽ ഡിലേ കൂടും. കാരണം ഒരു പാക്കറ്റ് അയച്ച് അതവിടെ കിട്ടി, അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പാക്കറ്റ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ട്രാൻസ്മിഷൻ റേറ്റ് കുറവാണ് TCPയിൽ, പക്ഷേ അത് റിലയബിൾ ആണ്. ഇനി ചില കേസിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് അക്നോളജ്മെൻറ്റിന് കാത്തിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കളി അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ മൊബൈലിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്കിവിടെ നമ്മളെ മൊബൈലിലും കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ആ മൊബൈലിൽ കുറച്ച് ഡാറ്റ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു, അത് ആ ഡാറ്റ ഇവിടെ കിട്ടി എന്ന് തിരിച്ച് അവിടുന്ന് അക്നോളജ്മെൻറ്റ് അയച്ച് പിന്നെ അടുത്ത ഡാറ്റയൊക്കെ വരുമ്പോഴത്തേന് ഒരു ലൈവ് പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്ക് കടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ലൈവായിട്ടൊരു വീഡിയോ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 പാക്കറ്റ് മിസ്സായാലും വലിയ പ്രശ്നമൊന്നുമില്ല, അതൊന്നും നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഫ്ലിക്കറിങ് പോലെ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു നോയ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യല്ലാതെ 1-2 പാക്കറ്റ് മിസ്സായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ അവിടെ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ കേസിലാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ UDP എന്ന് പറഞ്ഞാൽ റിലയബിൾ അല്ല TCPൻ്റെ മാതിരി. അപ്പോൾ ഇവിടുന്ന് കിട്ടി പോയാൽ പോയി, KKPP എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലയൻറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ സെർവറിൽ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, ആ ഓർഡറിലായിരിക്കും. അല്ലെങ്കിൽ സെർവറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ക്ലയൻറ്റിൽ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു ഇതിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ മെസ്സേജ് ചെയ്ത് ആർ യു ഗെറ്റിംഗ് ഓൾ ഓഫ് ദിസ് എന്ന് ഇവിടുന്ന് സെൻറ്റർ ചോദിക്കുകയാണെങ്കിൽ റിസീവ് പറയാം ഹൂ കെയർസ്, ജസ്റ്റ് സെൻഡ് ഇറ്റ് ഫാസ്റ്റർ. നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് സെൻഡ് ചെയ്താൽ മതി എന്ന്. കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ്.
അപ്പോൾ ഇത് മെയിനായിട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ UDP ഉപയോഗിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് രണ്ടിൻ്റെ ഒരു കമ്പാരിസണാണ്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാനുണ്ട് UDPയുടെ. അപ്പം UDPയുടെ ഫുൾ ഫോം യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന്. TCPൻ്റെ എന്തായിരുന്നു? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ UDPൻ്റെ ഫുൾ ഫോം യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് അൺറിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ. TCP ആണെങ്കിൽ എന്തായിരുന്നു? റിലയബിൾ ആയിരുന്നു. ഇവിടെ അൺറിലയബിൾ ആണ്. ദെൻ നോ ഡെഡിക്കേറ്റഡ് കണക്ഷൻ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കണക്ഷനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പാക്കറ്റ്സ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ. ഓരോ പാക്കറ്റിനകത്തും ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ പല പാക്കറ്റുകളിൽ പല റൂട്ടിൽ കൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പല വഴിക്ക് പോയിട്ടായിരിക്കും അവിടെ എത്തുന്നുണ്ടാവും. കാരണം ഇൻ്റർനെറ്റിൽ രണ്ട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ ഒരുപാട് വഴികൾ, ഒരുപാട് പാത്തുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ പാക്കറ്റ്സും ഒരേ പാത്തിലൂടെ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല UDPക്കകത്ത്. പക്ഷേ TCP ആണെങ്കിൽ ഒരു വെർച്വൽ കണക്ഷൻ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സെൻഡർ സെൻഡ്സ് പാക്കറ്റ്സ് കോൾഡ് ഡാറ്റാഗ്രാം. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഡാറ്റേനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ പാക്കറ്റാക്കി മാറ്റും. ആ പാക്കറ്റിന് പറയുന്ന പേരാണ് ഡാറ്റാഗ്രാംസ് എന്നാണ് പറയുക. ഓക്കെ, UDP ഡാറ്റാഗ്രാംസ്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് IP അഡ്രസ് ആൻഡ് പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ. ഓരോ പാക്കറ്റിനകത്തും എവിടേക്കാണോ പോകേണ്ടത് ആ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, ആ കമ്പ്യൂട്ടറിനകത്തുള്ള പോർട്ട് നമ്പറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കമ്പ്യൂട്ടർ തിരഞ്ഞു പിടിച്ച് ആ കമ്പ്യൂട്ടറിനകത്ത് എത്തി അതിനകത്തുള്ള പോർട്ട് നമ്പറിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മളെ വീടിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് വീട്ടിലെത്തും. അതിൽ ആളുടെ പേരാണോ ഉള്ളത് ആ പേര് നോക്കിയിട്ട് വീട്ടിലുള്ള അയാൾക്കാണ് ഫോർവേഡ് ചെയ്യുക ആ ലെറ്റർ. അതേപോലെ ഈ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ആ കമ്പ്യൂട്ടറിനകത്ത് എത്തിയതിന് ശേഷം അവിടെയുള്ള പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത ഓരോ പാക്കറ്റിനകത്തും നമ്മൾ IP അഡ്രസ്സും പോർട്ട് നമ്പറും കൊടുക്കും. മറ്റിടത്താണെങ്കിൽ എന്താണ്, ഓരോ പാക്കറ്റിനകത്തും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഒരു വെർച്വൽ കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ആണ് ചെയ്യുക. പിന്നെ സെൻഡ് റിസീവ് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് ആ കണക്ഷൻ വഴി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ server must extract IP address and port from the received datagram to know who is the sender. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പാക്കറ്റ്, ഇപ്പോൾ ക്ലയൻറ്റിന് സെർവറിലേക്ക് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ അത് റിസീവ് ചെയ്യും. സെർവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ 2 അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റിനകത്ത് ഉണ്ടാവും. അതിന് പാക്കറ്റിനകത്ത് നിന്ന് നമ്മൾ ഫ്രം അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഫ്രം അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഡാറ്റ പിന്നെ റിപ്ലൈ അയക്കുന്നത്. ഓക്കെ, then transmitted data may be received correctly, out of order or lost. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ചിലപ്പോൾ അവിടെ കറക്റ്റായിട്ട് കിട്ടും, ചിലപ്പം ഫസ്റ്റ് പാക്കറ്റ് കിട്ടിയതിന് ശേഷം ചിലപ്പോൾ 5ാമത്തെ പാക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും 2, 3, 4 ഒക്കെ വരുന്നത്. കാരണം പല പാക്കറ്റും പല പാത്തിലൂടെ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടും, ചിലപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും, ചിലപ്പോൾ ലോസായി പോകും. ഓക്കെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് UDPൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി UDPയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ജാവയിൽ UDP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് java.net എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. ആ പാക്കേജിനകത്ത് കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ TCPൻ്റെ കേസിൽ പറഞ്ഞു സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്, അതുപോലെ സെർവർ സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്. ഈ 2 ക്ലാസ്സുകൾ ഉപയോഗിച്ചാണ് TCPൻ്റെ ക്ലയൻറ്റും സെർവറും സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, UDPയിലും അതുപോലെ UDP പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലാസ്സസ് നോക്കാം. അപ്പോൾ UDP uses 2 important classes to perform socket communication. അപ്പോൾ UDP ഉപയോഗിച്ച് സോക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ക്ലാസ്? ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ പേരാണ് ഡാറ്റാഗ്രാം സോക്കറ്റ്. അപ്പോൾ TCPയിലാണ് നമ്മൾ വെറും സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് യൂസ് ചെയ്ത്. ഇത് UDP ആയതുകൊണ്ട് ഇതിൽ സോക്കറ്റ് ഉണ്ടാക്കാനുള്ള ക്ലാസ്സിൻ്റെ പേരെന്താണ്? ഡാറ്റാഗ്രാം സോക്കറ്റ്. ഓക്കെ, ദെൻ it is used to create a UDP client or server socket. ഇവിടെ UDPയിൽ ക്ലയൻറ്റ് ഉണ്ടാക്കാനും സെർവർ ഉണ്ടാക്കാനും ഈ സെയിം ക്ലാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. TCPയിലാണെങ്കിലോ ക്ലയൻറ്റിൽ സോക്കറ്റ് ഉണ്ടാക്കാനും സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സും സെർവറിൽ സോക്കറ്റ് ഉണ്ടാക്കാനും സെർവർ സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ UDPയിൽ ക്ലയൻ്റ് ആണെങ്കിലും സെർവർ ആണെങ്കിലും സോക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്ലാസ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം സോക്കറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ പേരാണ് ഡാറ്റാഗ്രാം പാക്കറ്റ്. എന്തിനായിരിക്കും? അതിൻ്റെ പേര് തന്നെ ഉണ്ട്. ഇത് ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാറ്റാഗ്രാം പാക്കറ്റ് എന്തിനായിരിക്കും? UDPയിൽ ഒരു പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൊത്തം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റേനെ ഓരോരോ പാക്കറ്റാക്കി മാറ്റണം.
പാക്കറ്റാക്കി മാറ്റിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാക്കറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പേരാണ് ഡാറ്റാഗ്രാം പാക്കറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ ഡാറ്റ ആവശ്യമുള്ള ഡാറ്റ ഒക്കെ കൊടുത്തിട്ട് ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതൊരു പാക്കറ്റായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് UDP ഡാറ്റ പാക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡാറ്റാഗ്രാം സോക്കറ്റ് ക്ലാസ് എങ്ങനെയാണ് ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് സോക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ദിസ് ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ UDP സോക്കറ്റ്. UDPയിൽ സോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് 2 കൺസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഒരുപാട് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൺസ്ട്രക്ടേഴ്സ് ഓഫ് ഡാറ്റാഗ്രാം സോക്കറ്റ്. അപ്പോൾ ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് 2 കൺസ്ട്രക്ടേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കൺസ്ട്രക്ടർ ഡാറ്റാഗ്രാം സോക്കറ്റ്, ഇവിടെ ബ്രാക്കറ്റ് empty ആണ്. ഇതിന് ബ്രാക്കറ്റിനകത്തൊന്നുമില്ല. അപ്പോൾ empty ആയിട്ടുള്ള ബ്രാക്കറ്റുള്ള ഒരു കൺസ്ട്രക്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ UDP ക്ലയൻറ്റ്. അപ്പോൾ UDPൻ്റെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിൽ സോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലയൻറ്റിൽ നമ്മൾ സോക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഡാറ്റാഗ്രാം സോക്കറ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് ഈക്വൽ ടു ന്യൂ ഡാറ്റാഗ്രാം സോക്കറ്റ്, ദെൻ ബ്രാക്കറ്റിൽ ജസ്റ്റ് empty ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ എന്ന് പറഞ്ഞതാണ് ഒരു UDPയിലെ ക്ലയൻറ്റ് സോക്കറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസ്ട്രക്ടർ ഡാറ്റാഗ്രാം സോക്കറ്റ് തന്നെ, ക്ലാസ്സിൻ്റെ പേര് സെയിം തന്നെ, പക്ഷേ അവിടെ ബ്രാക്കറ്റ് ആദ്യത്തിൽ empty ആയിരുന്നു. രണ്ടാമത്തിൽ എന്താണ്, ഒരു പോർട്ട് നമ്പർ ഉണ്ട്, അത് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ ഒരു പോർട്ട് നമ്പറും കൂടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ UDP സെർവർ. അപ്പോൾ UDPയിൽ UDP സെർവറിൽ സോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസ് ഡാറ്റാഗ്രാം സോക്കറ്റ് വിത്ത് പോർട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ 2 കൺസ്ട്രക്ടറാണ്, ഒരു empty കൺസ്ട്രക്ടറും ഒരു പോർട്ട് നമ്പർ ഉള്ള കൺസ്ട്രക്ടറും. empty ആണെങ്കിൽ ക്ലയൻറ്റിൽ സോക്കറ്റ് ഉണ്ടാക്കാൻ, പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ സെർവറിൽ സോക്കറ്റ് ഉണ്ടാക്കാൻ. ഓക്കെ, ആണ് സെർവറിൽ സോക്കറ്റ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് COSO നമുക്ക് ഇഷ്ടമുള്ള എന്താ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം. അത് ഈക്വൽ ടു ന്യൂ ഡാറ്റാഗ്രാം സോക്കറ്റ്, ബ്രാക്കറ്റിൽ സെർവറിലെ പോർട്ട് നമ്പറും കൂടെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 ആണെങ്കിൽ നമ്മളിവിടെ 1 2 3 4 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം സെർവറിൽ ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലയൻറ്റ് സൈഡിലാണ് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടത്, സെർവർ പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഈ ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ ആയിരിക്കും, ഒന്ന് ഡാറ്റ സെൻഡ് ചെയ്യാനും വേറെ ഒന്ന് ഡാറ്റ റിസീവ് ചെയ്യാനും. ഓക്കെ, മറ്റടുത്ത് TCPയിൽ നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്, റീഡും റൈറ്റും ആയിരുന്നു. ഓക്കെ, അതിന് പകരം ഇവിടെ എന്താണ്, സെൻഡ് റിസീവ് എന്ന് പറഞ്ഞ 2 ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസീവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും എന്തായിട്ടാണ്, പാക്കറ്റായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ പേരെന്താ, ഡാറ്റാഗ്രാം പാക്കറ്റ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഒരു എന്നോ അല്ലെങ്കിൽ C എന്ന് പറഞ്ഞൊരു സോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് C.send എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സെൻഡ് ചെയ്യണമെങ്കിൽ ഡാറ്റനെ എന്താക്കി മാറ്റണം, ഈ ഡാറ്റാഗ്രാം പാക്കറ്റാക്കി മാറ്റണം. ഓക്കെ, കാരണം സെൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ഒരു പാക്കറ്റായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെൻഡ് എ UDP പാക്കറ്റ്. അതുപോലെ റിസീവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അതും ഒരു പാക്കറ്റിലാണ്, പാക്കറ്റിനകത്തേക്കാണ് ഡാറ്റ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു empty പാക്കറ്റ് ഉണ്ടാക്കി വെക്കണം. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിസീവ് എ UDP പാക്കറ്റ്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് 2 കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഒന്ന് പോർട്ട് ഉള്ളതും ഒന്ന് പോർട്ട് ഇല്ലാത്തതും. അതുപോലെ 2 മെത്തേഡ്സ് ഉണ്ട്, ഒന്ന് സെൻഡ് എന്ന് പറഞ്ഞ മെത്തേഡും ഒന്ന് റിസീവ് എന്ന് പറഞ്ഞ മെത്തേഡും. രണ്ടും ഉപയോഗിക്കുന്നത് ഒന്ന് പാക്കറ്റിനെ സെൻഡ് ചെയ്യാനും ഒന്ന് പാക്കറ്റിനെ റിസീവ് ചെയ്യാനും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ്സാണ് ഡാറ്റാഗ്രാം പാക്കറ്റ് ക്ലാസ്. അതിൻ്റെ യൂസ് എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ UDP ഡാറ്റ പാക്കറ്റ്. അപ്പോൾ നമുക്കൊരു ഹലോ എന്ന് പറഞ്ഞൊരു വേർഡാണ് ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ ആ ഹലോ എന്ന് പറഞ്ഞ വേർഡ് വെറുതെ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഹലോ എന്ന് പറഞ്ഞ വേർഡിനെ എടുത്തിട്ട് ഒരു പാക്കറ്റാക്കി മാറ്റണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കത്ത് സെൻഡ് ചെയ്യണമെങ്കിൽ ആ ലെറ്റർ ആദ്യം പേപ്പറിലൊക്കെ എഴുതി അത് എഴുതിയിട്ട് ചുമ്മാ സെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. നമ്മളതിനൊരു കവറൊക്കെ വാങ്ങി അതിൻ്റെ പുറത്ത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ടു അഡ്രസ്സൊക്കെ എഴുതിയിട്ട് വേണം സെൻഡ് ചെയ്യാൻ. അതേപോലെ നമുക്കൊരു ഡാറ്റേനെ സെൻഡ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റേനെ എടുത്തിട്ട് ആദ്യം ഒരു പാക്കറ്റാക്കി മാറ്റണം. ഓക്കെ, ആ പാക്കറ്റിനകത്ത് ഇപ്പോൾ ഒരു പാക്കറ്റാക്കി മാറ്റാനുള്ള ക്ലാസ്സിൻ്റെ പേരാണ് ഡാറ്റാഗ്രാം പാക്കറ്റ്. അപ്പോൾ ആ പാക്കറ്റിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പാക്കറ്റാക്കി മാറ്റുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡാറ്റ.
അപ്പോൾ നിങ്ങൾക്ക് ഹലോ എന്ന് പറഞ്ഞൊരു വേർഡാണ് സെൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞ വേർഡായിരിക്കും. ഓക്കെ, പിന്നെ ആ ഡാറ്റയുടെ ലെങ്ത്ത്. ഇപ്പോൾ ഹലോ ആണെങ്കിൽ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ലെങ്ത്ത്. ദെൻ IP അഡ്രസ്സ്. ഇത് ഏത് IP അഡ്രസ്സാണ്? ടു അഡ്രസ്സാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ IP അഡ്രസ്സ്, ദെൻ ആ കമ്പ്യൂട്ടറിനകത്തുള്ള പോർട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ പാക്കറ്റിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളുമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ലെറ്റർ എഴുതുന്ന പോലെ തന്നെയാണ്. നമ്മൾ ലെറ്റർ എഴുതി കവറിലാക്കി കവർ ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് ടു അഡ്രസ്സ് എഴുതി പിന്നെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കും. അതേപോലെ തന്നെയാണ് ഇതും. ഇത് നമ്മളെ ഡാറ്റ, ആ ഡാറ്റേൻ്റെ ലെങ്ത്ത്, ദെൻ എവിടേക്കാണ് അയക്കേണ്ടത് ആ അയക്കേണ്ട കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ്, ആ അയക്കേണ്ട കമ്പ്യൂട്ടറിനകത്തുള്ള പോർട്ട് നമ്പർ, ആ ആപ്ലിക്കേഷൻ്റെ ഏത് ആപ്ലിക്കേഷനിലേക്കാണോ പാസ് ചെയ്യേണ്ടത് അതിൻ്റെ പോർട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ 4 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ 4 കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡാറ്റ എങ്ങനെയായിരിക്കണം, അതുപോലെ IP അഡ്രസ്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ പോർട്ട് നമ്പർ എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം പാക്കറ്റ്. അതിനകത്ത് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് ഡാറ്റയാണ്. ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഡാറ്റ നമുക്ക് കൊടുക്കേണ്ടത് എന്ത് രീതിയിൽ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റില്ല. ഡാറ്റ എപ്പോഴും ബൈറ്റിൻ്റെ അറേ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞൊരു വേർഡ് ആണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ ആ സ്ട്രിങ്ങിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. ആ സ്ട്രിങ്ങിനെ നമ്മൾ ബൈറ്റിൻ്റെ അറേയാക്കി മാറ്റണം. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ ആണെങ്കിൽ അതൊരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ആ ഇൻറ്റീജറിനെ ഇൻറ്റീജറായിട്ട് ഇവിടെ ഡാറ്റ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇൻറ്റീജറിനെ ബൈറ്റിൻ്റെ അറേയാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്ത് ഡാറ്റേനെ നമുക്ക് ബൈറ്റിൻ്റെ അറേയാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. ആ ഡാറ്റേൻ്റെ പേര് .get bytes എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൈറ്റായിട്ട് മാറും. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പറയും. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് മെസ്സേജാണ്. അപ്പോൾ മെസ്സേജ് ഇൻപുട്ടായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരു ബൈറ്റിൻ്റെ അറേ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് ഈ മെസ്സേജിൻ്റെ ലെങ്ത്ത്. അതിപ്പോൾ ഒരു അറേ ആണെങ്കിൽ അറേ ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടും. ജാവയിൽ വളരെ ഈസിയാണ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്, IP അഡ്രസ്സ്. അപ്പോൾ ജാവയിൽ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് inet അഡ്രസ്സ്. ഇതൊരു ക്ലാസ്സിൻ്റെ പേരാണ് inet അഡ്രസ്സ്. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനകത്താണ് നമ്മൾ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ IP അഡ്രസ്സ് എന്നാൽ 128.0.0.1 അതൊരു IP അഡ്രസ്സാണ്. അത് IP അഡ്രസ്സാണ് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഡബിൾ കോഴ്സിൽ ഒരു IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല അത് IP അഡ്രസ്സാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ജാവ കമ്പൈലറിന് അത് IP അഡ്രസ്സാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ അഡ്രസ്സ് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. IP അഡ്രസ്സ് കൊടുക്കേണ്ടത് എന്തായിട്ടാണ്, inet അഡ്രസ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. inet എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. ഇതൊരു ക്ലാസ്സിൻ്റെ പേരാണ്, ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം. ദെൻ നാലാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്, പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ നമുക്കറിയാം അതെപ്പോഴും ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. അവിടെ ആ നമ്പർ എത്രയാണോ ആ നമ്പറും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 ആണെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു പാക്കറ്റിനകത്ത് ഇങ്ങനെ 4 കാര്യങ്ങളുണ്ടാവും. ഡാറ്റ, ഡാറ്റയുടെ ലെങ്ത്ത്, ടു അഡ്രസ്സ്, ദെൻ പോർട്ട് നമ്പർ. ഇനി ഈ ഡാറ്റാഗ്രാം പാക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് 4 പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പാക്കറ്റിനകത്ത് 4 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്, മെസ്സേജ്, ലെങ്ത്ത്, IP, പോർട്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതിനകത്ത് 4 ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫങ്ഷനാണ് ഗെറ്റ് ഡാറ്റ. അപ്പോൾ നമുക്കൊരു പാക്കറ്റ് കിട്ടി, ഒരു ഡാറ്റാഗ്രാം പാക്കറ്റ് നമുക്ക് ഒരു ക്ലയൻറ്റ് സെർവറിലേക്ക് അയച്ചു തന്നു. അപ്പോൾ സെർവറിലൊരു പാക്കറ്റ് കിട്ടി. ആ പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാക്കറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കത്ത് കിട്ടി അല്ലെങ്കിൽ ഒരു പാർസൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അത് എന്താ പറയുക, ഒരു കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ അതും പാക്കറ്റായിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ പാക്കറ്റ് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ എടുക്കണം, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഓർഡർ ചെയ്തത് ആ സാധനം എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ ഈ UDP നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത് ഒരു പാക്കറ്റായിട്ടാണ് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഈ സംഗതികൾ, ഈ 4 കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാക്കറ്റിൽ നിന്ന് ഈ ഓരോ ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റാഗ്രാം പാക്കറ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് .get ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കറ്റിനകത്ത് നിന്ന് ഡാറ്റ മാത്രം കിട്ടും. ഓക്കെ, അതേപോലെ ഗെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കറ്റിനകത്തുള്ള ഈ IP അഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ഗെറ്റ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്തുള്ള പോർട്ട് നമ്പർ എത്രയാണോ ആ പോർട്ട് നമ്പർ നമുക്ക് കിട്ടും. അതുപോലെ ഗെറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്തുള്ള ഡാറ്റയുടെ മൊത്തം ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പം ഡാറ്റാഗ്രാം പാക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് 4 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെയാണ് മെത്തേഡ്സ്? ഈ 4 ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ കൂടിയിട്ടാണ് ഒരു പാക്കറ്റാക്കി മാറുന്നത്. ആ പാക്കറ്റിൽ നിന്ന് ഈ ഓരോ സംഗതികൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ഡാറ്റ, ഗെറ്റ് അഡ്രസ്, ഗെറ്റ് പോർട്ട് ആൻഡ് ഗെറ്റ് ലെങ്ത്. ഇതാണ് 4 മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് സ്മോൾ ലെറ്റർ, രണ്ടാമത്തെ വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ. ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് എഴുതേണ്ടത്. ജാവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും. ക്ലാസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, ഓരോ വാക്കിൻ്റെയും ഫസ്റ്റ് ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ UDP എന്താണ് UDP TCP തമ്മിലുള്ള ഡിഫറൻസ്, UDPൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ജാവയിൽ UDP പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ക്ലാസ്സിൻ്റെ പേര്, ഡാറ്റാഗ്രാം സോക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സും അതുപോലെ ഡാറ്റാഗ്രാം പാക്കറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സും. ആ 2 ക്ലാസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സോക്കറ്റ് ഉണ്ടാക്കുക, അതിനകത്തുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് പാക്കറ്റ് ഉണ്ടാക്കുക, ആ പാക്കറ്റിനകത്തുള്ള ഫങ്ഷൻസ്